ചാത്തൻ, കുട്ടിച്ചാത്തൻ, ഗുളികൻ, കരിയാത്തൻ, സ്വാമിജി ദയവായി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്. ഇവിടെ ചാത്തൻ ശാസ്തപ്പനാണ്. ചാത്തൻ്റെ തിറകൾ ആ രൂപത്തിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സമയത്തും മറ്റും പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലൊക്കെ ശാസ്തപ്പൻ എന്നാണ് പറയുന്നത്. ഇപ്പം ശാസ്താവ് തന്നെയാണ് ചാത്തൻ, ചാത്തൻ തന്നെയാണ് ശാസ്താവ്. ശാസ്ത എന്ന് പറയുമ്പോൾ ശാസിക്കുന്നവനാണ്, എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനാണ്, സർവപ്രപഞ്ചത്തെയും പരിപാലിക്കുന്നവനാണ്. ആ സർവപ്രപഞ്ചത്തെയും പരിപാലിക്കുന്ന ശാസ്താവിൻ്റെ ഗ്രാമ്യവും വന്യവുമായ ഭാവമാണ് ചാത്ത എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ അറിയേണ്ടതാണ്. ഈ ചാത്തനെ സംബന്ധിച്ച് ശിവ വിഷ്ണു സമന്വയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷ്ണുമായ എന്ന ഭാവത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ശിവവിഷ്ണു സമന്വയ തേജസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് വ്യത്യസ്ത ഭാവങ്ങളിൽ സമാരാധിക്കപ്പെടുന്നുണ്ട്. വ്യത്യസ്ത ഭാവങ്ങളിൽ അതിൽ തന്നെ സാത്വിക, രാജസിക, താമസിക ഭേദങ്ങളോടുകൂടിയ ഉപാസനാക്രമങ്ങൾ നിലവിലുണ്ട്. കേരളത്തിൽ തന്നെ, കേരളത്തിലേ ഉള്ളൂ കാര്യമായിട്ട് ഈ ചാത്തൻ ഉപാസന, ചാത്തൻ സങ്കല്പവും ചാത്തൻ ഉപാസനയും കേരളത്തിലേ ഉള്ളൂ. കേരളത്തിൽ നിന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അതിൽ ഈ മൂന്നും കണ്ടിട്ടുണ്ട്. സാത്വിക, രാജസിക, താമസിക ഭാവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്.